2013-14 തൊട്ടാണ് ഞാൻ ഈ സീരീസുകൾ കാണാൻ തുടങ്ങിയത്. എൻ്റെ ഒരു 10 വർഷത്തിനിടയിൽ ഒരു 200-ന് മുകളിൽ സീരീസുകൾ ഞാൻ കണ്ടു കഴിഞ്ഞു. ആ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയാനാണെങ്കിൽ ഷോഗൺ ഈസ് വൺ ഓഫ് ദി ബെസ്റ്റ് സീരീസ് ഐ ഹാവ് എവർ വാച്ച്. ഒരു കിഡിലൻ മിനി സീരീസാണ്. വെറും 10 എപ്പിസോഡുകൾ മാത്രമേ ഉള്ളൂ. ഇതൊരു ബുക്ക് അഡാപ്റ്റേഷനാണ്. ഒരുപാട് പേര് ഈ സീരീസിനെ പറ്റി അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം ഇപ്പോൾ മറ്റ് ഗെയിം ഓഫ് ത്രോൺസ് പോലെയുള്ള മറ്റ് വലിയ സീരീസുകൾ കിട്ടിയ അത്ര റിസപ്ഷൻ ഇതിന് കിട്ടിയിട്ടുണ്ടാവില്ല. കാരണം ഇത് FX പോലെയുള്ള ഒരു ചെറിയ ചാനലിൽ ഇറങ്ങുന്നതാണ്. മറ്റിപ്പോൾ HBO-യിലോ അല്ലെങ്കിൽ ഇപ്പോൾ ഹോട്ട്സ്റ്റാറിലോ അല്ലെങ്കിൽ ഡിസ്നി പ്ലസിലോ പോലെയുള്ള വലിയ പ്രമുഖ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമിലല്ല ഇത് വന്നിട്ടുള്ളത്. ഞാനിതൊരു മിനി സീരീസാണ്. റിട്ടേണിങ് സീസണുകളില്ല. ഒരു പക്ഷേ അത്രയും ഇപ്പോൾ ഒരു 3-4 സീസണുകളുള്ള വലിയ റണ്ണൊക്കെ വരുമ്പോൾ ഒരു പക്ഷേ വലിയ സീരീസുകൾ ഇങ്ങനെ പറഞ്ഞു വരാറുണ്ട്. ഇപ്പോൾ ഗെയിം ഓഫ് ത്രോൺസൊക്കെ അങ്ങനെയായിരുന്നു. ആദ്യത്തെ 2 സീസണുകളൊക്കെ കഴിഞ്ഞിട്ടാണ് അതിൻ്റെ ആ ഒരു റീച്ച് ഓഡിയൻസിലേക്ക് എത്തിയത്. ഇതൊരു ജസ്റ്റ് ഒരു മിനി സീരീസ്, വെറും 10 എപ്പിസോഡുകളും കൊണ്ട് ആ ഒരു ലെവലിലേക്ക് ഉണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് എത്ര ഉണ്ടാവും എന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. കിഡിലൻ സീരീസാണ്. ആൻഡ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഘടകങ്ങളിലൊന്ന്, ഇതിന് എക്സെപ്ഷണലായിട്ട് ഈ സീരീസ് നിർത്താനുള്ള ഘടകങ്ങളിലൊന്ന് ഇതിലെ ഡീറ്റെയിലിംഗ് ആണ്. ഈ സീരീസിൻ്റെ കാസ്റ്റിംഗ് മുതൽ സ്റ്റോറി ടെല്ലിങ്ങിലും സ്ക്രീൻ പ്ലേയിലും VFX-ലും വിഷ്വൽ എഫക്ട്സിലും സ്ക്രീനിൽ വരുന്ന പുൽക്കൊടിക്കടക്കം ഡീറ്റെയിലിംഗ് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് ഈ സീരീസ് ഇത്ര ഗംഭീരമായിട്ടുള്ളത്. ഡീറ്റെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത ഡീറ്റെയിലിംഗ് ആണ്. ഒരു ജപ്പാൻ്റെ ഒരു ഫ്യൂഡൽ എറ, ഒരു 17th സെഞ്ച്വറി, അവരുടെ ഇടയിൽ നടക്കുന്ന പൊളിറ്റിക്സ്, അതൊക്കെയാണ് സീരീസ് ചർച്ച ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു ബുക്കിൽ അല്ലെങ്കിൽ ഈ ഒരു നോവലിൽ പറയുന്ന പോലെ തന്നെ ഓൾറെഡി ഇത്രയും കോൺഫ്ലിക്ട്സ് ജപ്പാനിൽ നടക്കുന്നതിനിടയിൽ ഇംഗ്ലണ്ടിൽ നിന്നൊരു കപ്പൽ ആദ്യമായിട്ട് ജപ്പാൻ തീരത്തേക്ക് എത്തുന്നു. സോ അതിലുള്ള കുറച്ച് ആൾക്കാർ ഇവരുടെ പൊളിറ്റിക്സിൽ എങ്ങനെ ഇടപെടും എന്നാണ് സീരീസ് പ്രധാനമായിട്ട് എടുത്ത് കാണിക്കുന്നത്. ആൻഡ് ഈ സീരീസിന് പ്രത്യേകത, ഇതൊരു വാർ സീരീസ് അല്ല, ഇതൊരു പൊളിറ്റിക്കൽ സ്ട്രാറ്റജിയാണ്. ഒരു യഥാർത്ഥ ഗെയിം ഓഫ് ത്രോൺസ് ആണ്. ആ ഒരു അയൺ ത്രോൺ കിട്ടാൻ വേണ്ടി നടത്തുന്ന പൊളിറ്റിക്സ് ആണ് ഗെയിം ഓഫ് ത്രോൺസിന്റെ മെയിൻ കോറെങ്കിൽ. അതേപോലെ തന്നെ ഈ ഒരു ത്രോൺ കിട്ടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഷോഗൺ എന്ന് പറയുന്ന ആ ഒരു വലിയ സ്ഥാനം കിട്ടാൻ വേണ്ടി നടത്തുന്ന ജപ്പാൻ പൊളിറ്റിക്സ് ആണ് ഇതിൽ മുഴുവനായിട്ട് കാണിച്ചു തരുന്നത്. ആൻഡ് അതിലൂടെ തന്നെ അധികം സീരീസുകളിലും സിനിമകളിലും ഈവൺ ആനിമീസിൽ പോലും ചർച്ച ചെയ്യാത്ത രീതിയിലുള്ള ജപ്പാനിലെ ട്രഡീഷൻസും കസ്റ്റംസ് ഒക്കെ തന്നെ നീറ്റായിട്ട് ഇതിൽ ചർച്ച ചെയ്ത് പോകുന്നുണ്ട്. ആൻഡ് അത് പറയാൻ വേണ്ടിയിട്ട് ജപ്പാനിലെ ആ ഒരു റിച്ച് ഹിസ്റ്ററി മുഴുവനായിട്ട് എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട് ഈ സീരീസ്. ഇപ്പോൾ ഈ സാമുറൈസ് എങ്ങനെയാണ് വന്നത്, സാമുറൈസ് ആരായിരുന്നു, അവരെങ്ങനെയാണ് ഇപ്പോഴത്തെ കറണ്ട് റൂളിംഗ് പാർട്ടിയായി മാറിയത്, ദെൻ അത് കഴിഞ്ഞിട്ടുള്ള എറ എങ്ങനെയായിരിക്കും, ഇനി അങ്ങോട്ട് ആരായിരിക്കും അടുത്ത് എന്നുള്ള ആ ഒരു പാസ്റ്റ് പ്രസൻറ്റ് ആൻഡ് ഫ്യൂച്ചർ മുഴുവനായിട്ട് ഇതിൽ പറഞ്ഞു പോകുന്നുണ്ട്. ആൻഡ് അതൊക്കെ തന്നെ ഒരു ഫാൻറ്റസി ഇല്ലാതെ ഒരു ഫിക്ഷനും ഇല്ലാതെ പ്രോപ്പർ നോൺ ഫിക്ഷണലായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ഇത് ഒരു ഹിസ്റ്റോറിക്കൽ ഫിക്ഷൻ ആണെങ്കിലും ഒരു തരത്തിലും ഇത് യഥാർത്ഥ സീന് അല്ലെങ്കിൽ ആ ഒരു സീക്വൻസ് അവിടെ നടന്നിട്ടുണ്ട്, ഹിസ്റ്ററിയുടെ ഒരു ഭാഗമാണ് എന്ന രീതിയിലായിരിക്കും നമുക്ക് കൺവേ ചെയ്യുക. അത്ര കിഡിലിനായിട്ടാണ് ഇവർ എഴുതി വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരു തരത്തിലും മനസ്സിലാവുകയില്ല ഇത് ശരിക്കും നടന്നാണോ അല്ലയോ എന്നുള്ളത്. ആൻഡ് ആ ഒരു ബിലീവബിൾ ഫാക്ടർ തന്നെയാണ് ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ ഘടകങ്ങളിലൊന്ന്. ഇപ്പോൾ മറ്റ് സീരീസുകളിലൊക്കെ ഇപ്പോൾ ഫിക്ഷണലായിട്ട് വരുന്ന കുറേ സാധനങ്ങളിൽ നമുക്ക് അടുത്ത് നടക്കാൻ പോകുന്നു അല്ലെങ്കിൽ ഒരു വലിയ സെറ്റ് പീസോ അല്ലെങ്കിൽ വലിയൊരു യുദ്ധമോ അല്ലെങ്കിൽ നമ്മൾ സാധാരണക്കാരനായിരിക്കുന്ന ഒരു പ്രൊട്ടഗോണിസ്റ്റ് ക്യാരക്ടർ പെട്ടെന്ന് ഇറങ്ങി 4-5 പേരെ കഴുത്ത് വെട്ടി കൊല്ലും എന്നൊക്കെ നമ്മൾ വിചാരിക്കുന്ന സ്ഥലത്ത് ഇവിടെ അതൊന്നും നടക്കില്ല. ഇവിടെ അങ്ങനത്തെ യാതൊരു തരത്തിലുള്ള കാര്യമില്ല. ഈവൻ എൻഡിങ്ങിലടക്കം നമ്മളൊരു വലിയ ബാങ്ക് പ്രതീക്ഷിക്കും, ഒരു വലിയ എപ്പിക് വാറായിരിക്കും അല്ലെങ്കിൽ വാറിലേക്കാണ് സീരീസിൻ്റെ പോക്കെങ്കിലും അതിൻ്റെ വേറൊരു ആൾട്ടർനേറ്റീവ് വേർഷനാണ് സീരീസിൽ കാണിച്ചു തരിക. ആൻഡ് അത് റിയൽ ആയിട്ട് എങ്ങനെയാണ് നടക്കുക, അതേപോലെ തന്നെ വലിയൊരു ബാങ്ങോടെയോ ഒരു ക്ലിഫ് ഹാങ്കറോടെയോ ഓരോ എപ്പിസോഡുകളോ അല്ലെങ്കിൽ ഈ സീസൺ മുഴുവനായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ടൊന്നും ഇവർ ശ്രമിക്കുന്നില്ല. എന്താണ് ഇവർക്ക് പറയാനുള്ളത്, എന്താണ് ശരിക്കും നടക്കുക, അത് അതേപോലെ തന്നെ നമുക്ക് പോർട്രേ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മറ്റ് സീരീസുകളിൽ നിന്നൊക്കെ തീർത്തും വ്യത്യസ്തമായ ഒരു സീരീസാണ്. ഞാനടക്കം പ്രതീക്ഷിച്ച കുറേ സാധനങ്ങളുണ്ട്. ഇതിപ്പോൾ എങ്ങനെ അല്ലല്ലോ, ഇതിപ്പോൾ ഒന്നും ഇല്ലല്ലോ എന്നൊക്കെ വിചാരിക്കുന്ന സമയത്ത് അവിടെ തന്നെ നമ്മൾ ഇരുത്തി ഒന്ന് ആലോചിപ്പിക്കാൻ സീരീസ് ശ്രമിക്കും. ഇന്ന സ്ഥലത്ത് ഇതേപോലെ ഇങ്ങനെ കുറച്ച് ആൾക്കാർ ഇത്ര ഹീറോയിസം കാണിച്ച് ഇവിടെ ഒരു യുദ്ധം നടത്തുന്നത് നിർബന്ധം പിടിക്കാൻ നമ്മളാരാണ് എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ ഒരു ചോദ്യം വ്യൂവേഴ്സിന് മുമ്പിൽ ഇട്ടുകൊണ്ട് നമ്മുടെ ആ ചോദ്യത്തിനെ നമ്മളെ വെച്ച് തന്നെ മാപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് സാധനങ്ങൾ ഈ സീരീസിലുണ്ട്. അങ്ങനത്തെ ഒരു സീരീസ് ഇത് ആദ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. മറ്റൊരു പ്രത്യേകത, വെറും 10 എപ്പിസോഡുകൾ കൊണ്ട് ക്യാരക്ടർ ആർക്ക് കംപ്ലീറ്റ് ചെയ്യാനും ക്യാരക്ടേഴ്സിനെ നമ്മളെ മനസ്സിൽ പതിപ്പിക്കാനും ഈ സീരീസിന് സാധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ടോർനാഗ സാമ, അഞ്ചിൻ സാമ, മരിക്കോ എന്ന് പറഞ്ഞ കുറേ ക്യാരക്ടേഴ്സ് ഉണ്ട്. മരിക്കോ ഒക്കെ മരിക്കണ വരെ മറക്കില്ല, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. യജാതി ക്യാരക്ടറൈസേഷൻ എന്ന് പറഞ്ഞാൽ മാർട്ടിൻ പറയുന്നൊരു വേർഡുണ്ട് ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ബുക്കുകളിലുണ്ട്. അത് പണ്ട് പറയാറുള്ള വേർഡ് തന്നെയാണ്, ഡെവിൾ ഈസ് ഇൻ ദ ഡീറ്റെയിലിംഗ് എന്നാണ്. ആ ഒരു ഡീറ്റെയിലിങ്ങിനാണ് എല്ലാം. ക്യാരക്ടറിൻ്റെ മുടിയിലുള്ള ഒരു കട്ടുണ്ടെങ്കിൽ അതടക്കം എഴുതി വെച്ച് അതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞ് അതിൻ്റെ ബാക്ക് സ്റ്റോറി വെച്ച് എഴുതുമ്പോഴാണ് ആ ഒരു ക്യാരക്ടർ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആവുക. അല്ലാണ്ട് വെറുതെ വാരി വലിച്ച് എഴുതുകയല്ല. ഓരോ ക്യാരക്ടർ അനുഭവിക്കുന്ന സിറ്റുവേഷൻസ്, അവരുടെ മെൻ്റൽ ആൻഡ് ഫിസിക്കൽ ട്രോമാസ് ഒക്കെ തന്നെ എഴുതി വെച്ച് അതിന് ഈ ഒരു പൊളിറ്റിക്സിൽ എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതിന് ഈ പർട്ടിക്കുലർ സീക്വൻസുകളിൽ എന്തെങ്കിലുമൊക്കെ ഉപകാരം ഉണ്ടോ എന്ന രീതിയിൽ എഴുതി വെച്ച് ഒരു രക്ഷയില്ലാത്ത രീതിയിലുള്ള ക്യാരക്ടറൈസേഷൻ. ഒരിക്കലും നമുക്ക് ആ ക്യാരക്ടേഴ്സിനെ നമുക്ക് മറക്കാൻ പറ്റില്ല. അത്ര കിടിലനായിട്ട് എഴുതി വെച്ചില്ല. ഈവൻ ടോർനാഗ എന്നൊരു ക്യാരക്ടർ, ആ ഒരു ക്യാരക്ടറിൻ്റെ ഇൻറ്റൻഷൻ എന്താണെന്നുള്ളത്
എൻഡിങ് എത്തുമ്പോഴാണ് നമുക്ക് ഈ തുടക്കം മുതലേ നമുക്ക് മനസ്സിലാവാം. സീരീസിന്റെ ഫിനാലയിലുള്ള ഒരൊറ്റ സീക്വൻസ് വെച്ച് നമ്മൾ ആ സീരീസ് മുഴുവനായിട്ട് റീവാച്ച് ചെയ്യിപ്പിക്കാൻ സീരീസ് പ്രേരിപ്പിക്കും. കാരണം ഓരോ സമയത്ത് നമ്മൾ ഓരോ സീക്വൻസ് ആലോചിച്ച് നോക്കുമ്പോൾ ഓക്കെ ഇയാൾ ഇതൊക്കെ ഇതിനായിരുന്നു ചെയ്തു എന്ന് പറഞ്ഞ് ആലോചിച്ച് എൻ്റെ നമ്മൾ അവരുടെ പെർസ്പെക്ഷൻ മുഴുവനായിട്ട് മാറ്റുന്ന രീതിയിലുള്ള കിടിലൻ ക്യാരക്ടേഴ്സാണ്. ഇതിലെ ടൊറനോ എന്ന ക്യാരക്ടർ അവതരിപ്പിച്ചിട്ടുള്ളത് ഹിറോയുക്കോ സനാഡയാണ്. അദ്ദേഹം ഇതിനു മുമ്പ് പല സിനിമകളിൽ വരുമ്പോൾ ഇതേപോലത്തെ ഒരു ക്യാരക്ടർ അദ്ദേഹം ഡിസർവിങ് ആണ് നമ്മൾ പലരും വിചാരിച്ചിട്ടുണ്ടാവും. അത്തരത്തിൽ അദ്ദേഹത്തിന് ഡിസർവിങ് ആയിട്ടില്ല, ഇങ്ങനെ അല്ലെങ്കിൽ വേറെ ആരും ഇല്ല എന്ന രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷൻ അദ്ദേഹം ചെയ്തു വെച്ചിട്ടുള്ളത്. വേറെ ലെവൽ എക്സെപ്ഷണൽ ക്യാരക്ടർ. അതുപോലെ തന്നെ അന്ന സവയുടെ മരിക്കോസാമ യജാതി ക്യാരക്ടർ എന്ന് പറയുന്നത് ഒരു രക്ഷയില്ല, ഒന്നും പറയാനില്ല. ദെൻ കോസ്മോ ജാർവിസിന്റെ അഞ്ചിൻ സാമ, പിന്നെ വേറെ കുറെ കിടിലൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. ഓച്ചിബ, സുഗിയാമ, ഒഷിഡോ, കഷിഗി തുടങ്ങി വന്നു പോകുന്ന എല്ലാവരും തന്നെ കിടിലിനാണ്. ചെറുതും വലുതുമായ എല്ലാ ക്യാരക്ടേഴ്സിനും ഈക്വൽ ആയിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്ത് വെറുതെ കുത്തിക്കയറ്റി വെക്കാതെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് എഴുതിയിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ക്യാരക്ടർ സ്റ്റഡിയും ക്യാരക്ടർ ആർക്കൊക്കെ ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ആദ്യത്തെ ഇനീഷ്യൽ സീസണുകളിലൊക്കെ നമുക്ക് കിട്ടിയത്. പിന്നീട് അങ്ങോട്ട് ഡ്രോപ്പ് ഡൗൺ ആയി പോകുന്നത് നമ്മൾ കണ്ടു. പക്ഷെ ഇതിലങ്ങനെയല്ല. അതിൽ നിന്നൊക്കെ റെഫറൻസ് എടുത്ത് അതിൽ നിന്നൊക്കെ പാഠം എടുത്തിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ആയി പോരുത്, ഇങ്ങനെ ആയി പോരുത് എന്നുള്ള രീതിയിൽ. സോ ഇത്ര ബേസ്മെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്, ഇത്ര കിടിലൻ സ്റ്റോറി പ്ലോട്ട് ഉണ്ട്, അതിൽ തന്നെ കുറേ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് നിറഞ്ഞിട്ടാണ് ഈ കുറേ സാധനങ്ങൾ പോകുന്നത്. ആൻഡ് അതിനോടൊപ്പം തന്നെ ഇത്ര കിടിലൻ ഡീറ്റെയിലിങ്. ഞാൻ ഈ പറഞ്ഞ പോലെ ജപ്പാൻ്റെ ആ ഒരു റിച്ച് ഹിസ്റ്ററി, അതിൻ്റെ കൾച്ചർ, ഒരു പീരീഡ് ബേസിലുള്ള ജപ്പാൻ സിനിമകളിലും ആനിമീസിലൊക്കെ തന്നെ നമ്മൾ സ്ഥിരം കാണുന്ന ആ ഒരു ഏരിയ ഉണ്ട്. ഇപ്പോൾ ഒരു വീടുണ്ടെങ്കിൽ അതിനൊരു ഗാർഡൻ ഉണ്ടാവും, അവിടെ അവരിങ്ങനെ കല്ല് പതിച്ചിട്ടുണ്ടാവും, അതിൻ്റെ അപ്പുറത്തൊക്കെ പുല്ലുണ്ടാവും, അവർ ഈ കല്ലിൽ കൂടെ തന്നെ പോകുള്ളൂ. സോ പുറത്തുനിന്ന് വരുന്ന ഒരാൾ, ഇപ്പോൾ ഇതിൽ അഞ്ചിടുന്നൊരു ക്യാരക്ടർ അദ്ദേഹത്തിന് അറിയില്ല പുറത്ത് ചവിട്ടി എന്താവുന്നു. സോ ആ കല്ല് ചവിട്ടാതെ പുറത്തു കൂടെ വരുമ്പോൾ എന്തുകൊണ്ട് ആ കല്ലിൽ ചവിട്ടണം, പുറത്ത് ചവിട്ടി എന്താണെന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് ഇവർ പറഞ്ഞു കൊടുക്കുമ്പോൾ അത് ജപ്പാൻ്റെ ആ ഒരു റിച്ച് കൾച്ചറിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ അത് ഈ ക്യാരക്ടറിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു. ഇനീഷ്യലി എൻ്റെ അവസാന ഫേസുകളിലൊക്കെ ആ ഒരു ക്യാരക്ടർ എങ്ങനെയാണ്, ആ ഒരു കൾച്ചർ തന്നെ തെറ്റാണ് അല്ലെങ്കിൽ ആ കൾച്ചറിനോട് അഡാപ്റ്റ് ആവുക എന്ന് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു സീനും വേസ്റ്റ് ആക്കാതെ കിടിലിനായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഷോഗനെ പറ്റി എനിക്ക് വാദോരാതെ സംസാരിക്കാനുണ്ട്, പക്ഷേ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആൻഡ് ഇതിൻ്റെ പേസിങ്ങും അടിപൊളിയാണ്. തുടക്കം മുതൽ അവസാനം വരെ ഒരേപോലത്തെ പേസിങ്. ഒരു സ്ഥലത്തും ഇങ്ങനെ അവർ ഹൈഗ്രാഫ് കൊണ്ടുവന്ന് നമ്മളെ വേറെ ലെവലിലേക്കൊന്നും കൊണ്ടുപോകുന്നില്ല. ഈവൺ അതിൻ്റെ എൻഡിങ്ങിലടക്കം ഞാൻ ഈ പറഞ്ഞ പോലെ ക്ലിഫ് ഹാങ്ങേഴ്സ് ഒന്നും ഇല്ലാതെ ഇതാണ് സീരീസ്, ഇതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്, അതിൽ കൂടുതൽ കുറച്ചൊന്നുമില്ല എന്ന രീതിയിലുള്ള ഒരു അപ്രോച്ച് കിടിലിനാണ്. ആൻഡ് ഈ സീരീസ് നമ്മൾ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു ഘടകങ്ങളിലൊന്ന് അതിൻ്റെ മേക്കിംഗ് ആണ്. ഈവൺ അതിൻ്റെ സിനിമാറ്റോഗ്രഫി മുതൽ VFX വരെ എക്സെപ്ഷണലായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അതിലുള്ള വർക്കും അതിലുള്ള ക്രൂ മെമ്പേഴ്സും കിടിലിനായിട്ട് തന്നെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരുടെ 100% എഫക്റ്റ് ഇട്ടിട്ടുണ്ടെന്ന് പറയാം. സിനിമാറ്റോഗ്രഫിയിലൊക്കെ നമ്മളധികം ഇപ്പോൾ പൂവർ തിങ്സ് എന്ന സിനിമയിൽ കണ്ട പോലത്തെ ഉള്ള ഒരു ക്യാമറ ഷോട്ട് ഉണ്ട്. അതെന്ത് ക്യാമറയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ മെയിൻ ക്യാരക്ടർ ഫോക്കസ് ആകുമ്പോൾ ബാക്കിയുള്ളവരൊക്കെ ബ്ലറാവുമെന്ന് നമ്മൾ ഓൾറെഡി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇതിലങ്ങനെയല്ല. ആ ഒരു ബ്ലറിങ്ങിൽ തന്നെ ഒരു സർക്കിളിങ് വരും. അത് സീരീസ് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. തുടക്ക സമയത്തൊക്കെ അത് കാണുമ്പോൾ കുറച്ച് അരോചകമായിട്ട് തോന്നിയിരുന്നെങ്കിലും പിന്നീട് അത് ഭയങ്കര രസമുള്ളതായിട്ടും അതിന് തന്നെ ഒരു ബ്യൂട്ടി ഉള്ളതായിട്ട് നമുക്ക് തോന്നും. കാരണം മെയിൻ ക്യാരക്ടർ ഇങ്ങനെ ഉണ്ടെങ്കിൽ ബാക്കിയുള്ളതൊക്കെ ഉണ്ട്. ഔട്ട് ഓഫ് ഫ്രെയിമിലാണെങ്കിൽ അവർക്ക് ചെറിയൊരു കർവിങ് വരും ബ്ലറിൻ്റെ ഒപ്പം തന്നെ. ദെൻ ഇതിന് ചെയ്തിട്ടുള്ള VFX ഷോട്ടുകളൊക്കെ തന്നെ അതിന് മേക്കിംഗ് വീഡിയോ ഒക്കെ നിങ്ങളൊന്ന് കണ്ടു നോക്കണം. ഇത് കഴിഞ്ഞിട്ട് അവരുടെ സൈറ്റിൽ തന്നെ ഉണ്ട്, അല്ലെങ്കിൽ FXൻ്റെ യൂട്യൂബ് ചാനലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഒരു രക്ഷയില്ലാത്ത രീതിയിലാണ് ഇവരിത് ഫ്രെയിം ചെയ്ത് വെച്ചിട്ടുള്ളത്. ആൻഡ് ഇതിലൊരു ഭൂമുൽക്കത്തിനൊക്കെ സീനുണ്ട്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. ആൻഡ് ഇത് മാത്രമല്ല ചെറുതും വലുതുമായിട്ടുള്ള ഒരുപാട് VFX ഷോട്ടുകൾ ഇതിൽ യൂസ് ചെയ്തിട്ടുണ്ട്. നമുക്ക് മനസ്സിലാവുക പോലില്ല അത്ര ഗംഭീരമായിട്ട്. ഈ മരിക്കയുടെ മുമ്പിൽ കൂടെ ഒരു അമ്പ് പോണ സാധനമൊക്കെ ഉണ്ട് ലെവല്. സോ ഒരു എപ്പിക് വാർ സീരീസിന് വേണ്ട എല്ലാ സാധനങ്ങളും അടങ്ങിയിട്ടാണ് ഇത് ഒരുക്കിയിട്ടുള്ളത്. അതിന് പ്രൊഡക്ഷൻ സ്കെയിലും അതിന് VFXലും അതിൻ്റെ ഡീറ്റെയിലിങ്ങിലും കളർ ഗ്രേഡിങ്ങിലും കാസ്റ്റിങ്ങിലും ഒക്കെ തന്നെ ഒരു എപ്പിക് പ്രൊപ്പോർഷൻ എപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഷോഗൺ എന്ന സീരീസിന്. പക്ഷേ ഈ ഷോഗൺ കാണുന്ന എല്ലാവരും തന്നെ ഇനീഷ്യലി പ്രതീക്ഷിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതാണ് ഈ സീരീസിൽ ഇല്ലാത്തത്. ഒരു പക്ഷേ അതില്ല എന്ന് പറഞ്ഞ് കുറേ പേര് ഇതിന് നെഗറ്റീവ് പറഞ്ഞേക്കാം. പക്ഷേ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഈ സീരീസ് കാണുന്നതിന് മുമ്പേ ഇത് അങ്ങനെ ഒരു സീരീസ് അല്ല, ഇതൊരു പ്രോപ്പർ വാർ സീരീസ് അല്ല. വാർ നടക്കുന്നതിന് മുമ്പുള്ള അല്ലെങ്കിൽ അതിനെ കേന്ദ്രീകരിച്ചുള്ള പൊളിറ്റിക്സ് ആണ് ഈ സീരീസ് ചർച്ച ചെയ്യുന്നത് എന്ന രീതിയിൽ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സീരീസ് ഇഷ്ടപ്പെടും. അല്ലാതെ ഒരു ഫുൾ ഓൺ വാർ സീരീസ് ആണ്, ഫുൾ ഓൺ ആക്ഷൻ ആണെന്ന് വിചാരിച്ചു പോയാൽ നിരാശയായിരിക്കും. ആൻഡ് അതുകൊണ്ട് തന്നെ എൻ്റെ അഭിപ്രായത്തിൽ എല്ലാം തികഞ്ഞ ഒരു കിഡിലൻ സീരീസാണ് ഷോഗൺ. റേറ്റിംഗ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ 10ൽ 10 തന്നെ കൊടുക്കും. ഫോർ മീ ഇറ്റ്സ് എ മാസ്റ്റർ പീസ്. കണ്ടിട്ടില്ലാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കണം. വെറും 10 എപ്പിസോഡുകൾ അടങ്ങുന്ന ഒരു മിനി സീരീസാണ്. ഒരു മസ്റ്റ് വാച്ച് ആയിട്ടാണ്, മിസ്സാക്കരുത്. ഓൾറെഡി ഷോഗൺ കണ്ടവരാണെങ്കിൽ സീരീസിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി.